അതെ, 1,60,00,000 രൂപയുടെ ചെക്കുകളാണ്. അത് വാങ്ങാനായി ക്ഷണിക്കപ്പെട്ടവരാണ് ഈ ഇരിക്കുന്നവർ. തൃശ്ശൂർ റൗണ്ടിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കോർപ്പറേറ്റ് ഓഫീസുണ്ട് ഈ സ്നേഹരാജാവിന്. വയനാട്ടിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ വൈകിയതിനുള്ള പരിഭവം ആർക്കുമില്ല. വർഷങ്ങൾക്ക് മുമ്പ് സ്നേഹം കൊണ്ട് ലോകം കീഴടക്കുക എന്ന് പറഞ്ഞപ്പോൾ പലരും കോമാളിയാക്കി, ചിലർ പ്രാഞ്ചിയേട്ടനും. സിനിമയിൽ അഭിനയിക്കാതെ രാഷ്ട്രീയത്തിൽ വരാതെ ഇങ്ങനെ ഒരാൾക്ക് സെലിബ്രിറ്റി ആവാമെങ്കിൽ അത് ലോകത്ത് ഇദ്ദേഹം മാത്രമേ കാണൂ. ബോച്ചെ ടിയുടെ സമ്മാനാർഹരായ 16 കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം കൊടുത്ത് അവരുടെ പുഞ്ചിരിയും ഏറ്റുവാങ്ങിയാണ് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങിയത്. മടക്കയാത്രയിൽ ഒന്ന് ഞാൻ ശ്രദ്ധിച്ചു, വയനാട് മണ്ണിൻ്റെ കണ്ണീര് പുതഞ്ഞ പാദരക്ഷകൾ. ആദ്യമായിട്ടാണ് ഇദ്ദേഹത്തെ ഞാൻ ഇങ്ങനെ കാണുന്നത്. പിന്നെ പ്രേക്ഷകർക്കായി എൻ്റെ വക ചില ചോദ്യങ്ങളും. അങ്ങനൊരു കാശ് എനിക്ക് ആവശ്യമില്ല. സത്യസന്ധമായി നല്ല പ്രോഡക്റ്റ് വിചിത്രമായി തോന്നിയിട്ടുണ്ട് ഈ നെഞ്ചത്ത് കുത്തൽ. പക്ഷേ അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് പാവങ്ങളോടുള്ള കരുതൽ.